ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്തു. ഗുഡ് മോർണിംഗ് എവരിബഡി. നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് ക്വാണ്ടം മെക്കാനിക്സിലെ രണ്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയ പാർട്ടിക്കിളിന്റെ ബോക്സിൽ ഫൈനൈറ്റും ഇൻഫിനൈറ്റ് പൊട്ടൻഷ്യൽ വെല്ലിന്റെ കേസിലാണ്. ഓക്കെ, ദെൻ അതിന്റെ എനർജി ഡയഗ്രാം, വേവ് ഫംഗ്ഷൻ, പ്രോബബിലിറ്റി ഡയഗ്രാം ഒക്കെ നോക്കി. ദെൻ സ്കോഡിഞ്ചർ ഇക്വേഷൻ എങ്ങനെ അതിൽ സോൾവ് ചെയ്യാന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതേ തന്നെ അടുത്ത പ്രോബ്ലത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അതായത് ഒരു പൊട്ടൻഷ്യൽ സ്റ്റെപ്പിന്റെ കേസിലേക്ക്. ഓക്കെ, അപ്പൊ എന്താ ഈ പൊട്ടൻഷ്യൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ആൻ അനദർ എക്സാമ്പിൾ ഓഫ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ആൻ അനദർ സിമ്പിൾ പ്രോബ്ലം കൺസിസ്റ്റ് ഓഫ് എ പാർട്ടിക്കിൾ ദാറ്റ് ഈസ് ഫ്രീ എവരിവർ. ഓക്കെ, അപ്പോൾ പാർട്ടിക്കിൾ വിച്ച് ഈസ് ഫ്രീ ഈസ് എവരിവർ, എല്ലാ ഭാഗത്തും ഫ്രീ ആണെങ്കിൽ this problem consists of a particle that is free everywhere. എല്ലാ ഭാഗത്തും പാർട്ടിക്കിൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും, യാതൊരു കൺസ്ട്രെയിൻസും ഇല്ല എന്ന് പറയുന്നുണ്ട്. ബട്ട് പിന്നെ ഒരു കണ്ടീഷൻ പറയാണ്, ബട്ട് ബിയോണ്ട് എ പെർട്ടിക്കുലർ പോയിന്റ്, സപ്പോസ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുകയാണെങ്കിൽ the potential become negative, attractive, or the potential become attractive or repulsive. സോ പൊട്ടൻഷ്യൽ സ്റ്റെപ്പിന്റെ കേസിൽ പറയുന്ന സമയത്ത് ഇത് വേറൊരു പ്രോബ്ലം ആണ്, സിമ്പിൾ പ്രോബ്ലം ആണ്. ഇതില് പാർട്ടിക്കിൾ ദാറ്റ് ഇസ് ഫ്രീ എവരിവർ, എല്ലാ ഭാഗത്തും പാർട്ടിക്കിൾ ഫ്രീ ആണ്. Then beyond a particular point, for suppose x is equal to 0, that is v may be attractive or repulsive ആവാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കാം. ആ പൊട്ടൻഷ്യലിനെ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ സ്റ്റെപ്പ്. So that type of potential is called as a potential step. That type of potential is called as a potential step. That the particle is free everywhere for a certain region, some values x is equal to 0 എന്നുള്ള region, the potential may be attractive or repulsive. That type of potential is called as a potential step. അത് നമുക്ക് വേണ്ട. സപ്പോസ് ഇതാണ് നമ്മളുടെ പൊട്ടൻഷ്യൽ V എന്ന് പറയുന്നത്, അല്ലെങ്കിൽ V ഓഫ് X നടക്കാം. ദെൻ ഇതിൽ നിന്നും ഇതാണ് നമ്മളുടെ പൊട്ടൻഷ്യൽ സ്റ്റെപ്പ്. ഫൈൻ, പൊട്ടൻഷ്യൽ സ്റ്റെപ്പ് ആയിട്ട് എടുക്കുന്നത് ദിസ് ഈസ് 0 വാല്യൂ, ദിസ് ഈസ് X വാല്യൂ. അപ്പൊ ബിയോണ്ട് സർട്ടൻ വാല്യൂ X is equal to 0, ആ ബിയോണ്ട് വാല്യൂല് ഇറ്റ് മേ ബി അട്രാക്റ്റീവ് ഓർ ഇറ്റ് മേ ബി റിപ്പൾസീവ്. അട്രാക്റ്റീവ് ആവാം, റിപ്പൾസീവ് ആവാം. സോ ദിസ് ഈസ് കോൾഡ് ആസ് എ പൊട്ടൻഷ്യൽ സ്റ്റെപ്പ്. ഒരു പൊട്ടൻഷ്യൽ സ്റ്റെപ്പിന്റെ എനർജിയുടെ വാല്യൂ, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഈ ഡയഗ്രാമിന്റെ മുകളിലായിരിക്കും. അതൊക്കെ നോക്കാം നമുക്ക്. ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പൊട്ടൻഷ്യൽ സ്റ്റെപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? പാർട്ടിക്കിൾ മൂവ് ചെയ്യണം, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഇനി ഓരോ കേസസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. E is less than E, V ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ V ആണെങ്കിൽ, അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, E is greater than V0. E is greater than V0 ആണെങ്കിൽ the particle are free for X is less than 0. പാർട്ടിക്കിൾ less than 0 ആണെങ്കിൽ ഫ്രീ ആണ്. X is less than 0 ആണെങ്കിൽ the particle is free and the potential is
repulsive. When A is greater than V0 ആണെങ്കിൽ X is less than 0 ആണ്. So particle free ആണ്. Suppose the potential and the potential repulsive ആണെങ്കിൽ ഇത് ഏത് കണ്ടീഷനിലാണ്? X is greater than 0 ആണ്. X is less than 0 ആണെങ്കിൽ particle free ആയിട്ട് മൂവ് ചെയ്യാം. പക്ഷെ X is greater than 0 ആണെങ്കിൽ അവിടെ there will be a repulsive potential. ഈ പാർട്ടിക്കിളിന്റെ മൂവ്മെന്റില് നമുക്ക് ക്ലാസിക്കലി നമുക്ക് എങ്ങനെയാണെന്നും മാത്തമാറ്റിക്കലി ഇതെങ്ങനെയാണെന്നും നമുക്ക് നോക്കാം. നമ്മുടെ പൊട്ടൻഷ്യൽ വേണമെന്ന് വരയ്ക്കാവേ. പൊട്ടൻഷ്യൽ സ്റ്റെപ്പ് ഒന്ന് വരച്ചാൽ പൊട്ടൻഷ്യൽ സ്റ്റെപ്പ് നമ്മൾ അതിൽ വരയ്ക്കുകയാണ്. സോ ഇതില് X is less than 0 ആണെങ്കിൽ എന്താണ് വരുന്നത്? പാർട്ടിക്കിൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും അല്ലെ. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അവിടെ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? ഒരു പൊട്ടൻഷ്യൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ വാല്യൂ നമുക്ക് ഇവിടെ കൊടുക്കാം V0 എന്നുള്ളത്. ഓക്കെ, ഇതെന്തായിരുന്നു? V of X. നമുക്ക് ടോട്ടൽ എനർജി ഇവിടെ കൊടുക്കും. ദിസ് ഈസ് നമ്മളുടെ ടോട്ടൽ എനർജി. നമ്മളുടെ എക്സ് ആക്സിസ് origin. But when X is less than 0, the particle is free, and greater than 0 ആണെങ്കിൽ it is repulsive. അപ്പോൾ നമ്മൾ ക്ലാസിക്കലി നമ്മൾ ഈ പാർട്ടിക്കിളിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് the potential step from left to right, the particle എങ്ങനെയാ മൂവ് ചെയ്യുക? ഫ്രീ ആയിട്ട് with the constant momentum അല്ലെ. with the constant momentum മൂവ് ചെയ്യും. that is V is equal to root of 2mE എന്നുള്ള ഇത് വെച്ചിട്ട് മൂവ് ചെയ്യും. Okay, root of 2mE വെച്ചിട്ട് മൂവ് ചെയ്യും. So as the particle enters the region, that is X is greater than or equal to 0. അതായത് പാർട്ടിക്കിൾ ഇവിടെ എത്തുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എന്തായിട്ട് മാറും? V is equal to V0. അപ്പൊ എന്തായിരിക്കും? മൊമെന്റം കുറയും അല്ലെ. മൊമെന്റം എങ്ങനെയാ കുറയാ? നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ തന്നെയാണ് 2mE minus V0. അപ്പൊ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള repulsive V0 കൂടെ ഉണ്ട്. അപ്പൊ കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ലെഫ്റ്റിൽ മൂവ് ചെയ്യുമ്പോൾ, സോ അക്കോർഡിംഗ് ടു ക്ലാസിക്കലാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സോ അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ തിയറി ഈ പാർട്ടിക്കിൾ ഈ ബാരിയറിലേക്ക് സ്റ്റെപ്പ് വരുമ്പോൾ അതിന് മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും. സോ അതിന്റെ മൊമെന്റം is equal to root of 2mE. Then when the particle approaches X greater than equal to 0, ഈ റീജിയൻ എത്തുന്ന സമയത്ത് V is equal to V0 ആവും. and corresponding momentum എന്ന് പറയുന്നത് root of 2mE minus V0. So and they will conserve the momentum as they move to the right. ഇങ്ങോട്ട് വരുന്തോറും അതിന്റെ മൊമെന്റം കൺസേർവ് ആകും. അങ്ങനെ ആവുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കാന്നറിയോ? ഈ പാർട്ടിക്കിൾസിലെല്ലാം ഇങ്ങോട്ട് കടന്നു വരും. ഇവിടുന്ന് ഒരു പാർട്ടിക്കിൾ വരുന്നുണ്ട്, ഇതിന് സഫീഷ്യന്റ് ആയിട്ട് എനർജി ഉണ്ട്. സോ എനർജി കൺസേർവ് ചെയ്യുന്നുണ്ട്, മൊമെന്റും കൺസേർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ പാർട്ടിക്കിളും ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്തു. സോ ഓൾ ദ പാർട്ടിക്കിൾ വിൽ ട്രാൻസ്മിറ്റ് ഓക്കെ ത്രൂ ദിസ്. അപ്പൊ ട്രാൻസ്മിഷൻ, ടോട്ടൽ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാ പാർട്ടിക്കിളും total transmission നടക്കുന്നുണ്ട് with the kinetic energy E minus V0. So this is the kinetic energy. അപ്പോൾ this problem is similar to നമ്മളുടെ scattering problem. This problem is similar to scattering problem. നമ്മളിപ്പോ ഇവിടെ എന്താ ചെയ്തതെന്ന് അറിയാം? ഒന്നുമില്ല, ഒരു സ്റ്റെപ്പ് കൺസിഡർ ചെയ്തിട്ട്
ഈസ് ഗ്രേറ്റർ ദാൻ V0 എന്നുള്ള കണ്ടീഷൻ ഇതിൽ ഇമ്പോസ് ചെയ്യാണ്. ഓക്കെ, അതില് V0 ആയിട്ട് എടുക്കുന്നു. ക്ലാസിക്കലി ഒരു പാർട്ടിക്കിൾ ഈ റീജിയനിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. ഈ റീജിയനിൽ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ട്. ഓക്കെ, ദെൻ ആ പാർട്ടിക്കിൾ ഇതിലൂടെ ഇങ്ങനെ മൂവ് ചെയ്ത് വരുന്ന സമയത്ത്, ഇങ്ങനെ ഒരു പാർട്ടിക്കിൾ ഇതിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പൊട്ടൻഷ്യൽ കൺസേർവ്ഡ് ആണ്. ദാറ്റ് പൊട്ടൻഷ്യൽ ഈസ് √2me. ദെൻ ഈ റീജിയനിലേക്ക് എൻ്റർ ചെയ്ത ഉടനെ അവിടെ അഡീഷണൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, ദാറ്റ് ഇസ് V0. ആ പൊട്ടൻഷ്യൽ വെച്ചിട്ട് നമ്മുടെ മൊമെന്റം ഏതാണ്? P is equal to √2me E minus V0. Okay, then this also conserved in this region. Then total energy അല്ലെങ്കിൽ kinetic energy എന്ന് പറയുന്നത് E minus V0. ഈ പാർട്ടിക്കിളിന് എനർജി കൂടുതലായതുകൊണ്ട് എല്ലാ പാർട്ടിക്കിളും ഇതിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും. So there is no restrictions. എല്ലാ പാർട്ടിക്കിളും അതിലൂടെ സിംപ്ലി കടന്നു പോകും. അപ്പൊ ടോട്ടൽ ട്രാൻസ്മിഷൻ നടക്കും ഇതിനകത്ത്. Then this problem is similar to scattering problem. ഓക്കെ, ഇനി ഈ ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ക്വാണ്ടം മെക്കാനിക്സ് ഇതെങ്ങനെയാന്ന് നോക്കാം. ക്വാണ്ടം മെക്കാനിക്കലി ഇതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സ്കോറിഞ്ചർ ഇക്വേഷൻ രണ്ട് റീജിയനിൽ എടുക്കാം അല്ലെ. ഇവിടെ ആ രണ്ട് റീജിയനിലുള്ളൂ. ഒന്നുകൂടി വരയ്ക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഒരു സ്റ്റെപ്പ് അല്ലെ. ദിസ് ഈസ് V0, ഇത് നമ്മളുടെ എക്സും ഇത് 0. സോ വി ഹാവ് 2 റീജിയൻസ് ഓൺലി. ഇവിടെ ഒന്ന് റീജിയൻസേ ഉള്ളൂ. നമുക്ക് നമ്മുടെ സ്കോറിഞ്ചർ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് എഴുതാം. അപ്പൊ നമുക്ക് ഇവിടെ ബൗണ്ടറി കണ്ടീഷൻസ് കൂടി പറയാം കേട്ടോ. V of x എന്ന് പറയുന്നത് രണ്ട് വാല്യൂ ഉള്ളൂ, ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ V0. 0 അല്ലെങ്കിൽ V0. അപ്പൊ 0 എന്ന് പറയുന്നത് x is less than 0 and V0 എന്ന് പറയുന്നത് x is greater than 0. അങ്ങനെ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ. സോ ഇനി ഈ രണ്ട് റീജിയനിലും we have to apply the Schrödinger equation. So in the Schrödinger equation d² psi 1 എഴുതാം അല്ലെ, divided by dx² plus മറ്റേതൊന്നും എഴുതില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ k1 എഴുതിക്കൂടെ. k1² psi is equal to 0. പൊട്ടൻഷ്യൽ ഇല്ല, x is less than 0 എന്ന് വരുന്ന സമയത്ത്. ഇനി ഇതില് d² psi 1 by dx² psi 2 എഴുതാം. psi 2 by dx² plus k2 square psi is equal to 0 when x is greater than 0. ഓക്കെ, ഇതിലെ k1 k2 വാല്യൂ ഇതെല്ലാം എങ്ങനെ എടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇനി അതും പിന്നെ എഴുതുന്നില്ല. k1 എന്ന് പറയുന്നത് 2me by h cross square and k2 എന്ന് പറയുന്നത് 2me minus v0 by h cross square. ഓക്കെ, ഇതിന്റെ സൊല്യൂഷൻസിലേക്ക് പോവാം. അടുത്ത നമുക്ക് solutions. Psi 1 of x is equal to a into e raised to I k1x plus b e raised to minus I k1x. ഏതിന്റെ കേസിലാണ്? x is less than 0 ആകുമ്പോൾ. ഓക്കെ, then 2 എന്ന് പറയുന്നത് psi 1 of x, psi 1 അല്ല, psi 2 of x is equal to c e raised to I k2x plus d e raised to I k2x. The x is greater than 0. ഇതിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളിത് പാർട്ടിക്കിൾ മൂവ്മെന്റ് അല്ലേ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. പാർട്ടിക്കിൾ നമ്മുടെ പൊട്ടൻഷ്യൽ സ്റ്റെപ്പിലൂടെ കടന്നു പോവുകയാണെന്നല്ലേ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ സ്റ്റെപ്പ്. ഓക്കെ, ഇതിലൂടെ പാർട്ടിക്കിൾ ഇങ്ങനെ വേവ് പോലെ പോകുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് ഇക്വേഷനും
ഇങ്ങെടുക്കാറ്. നമ്മുടെ ഈ ഫസ്റ്റ് ഇക്വേഷൻ ദാറ്റ് ഈസ് a raised to I k1x ഉം അതേപോലെ c e raised to I k2x ഉം രണ്ടും പോസിറ്റീവ് അല്ലേ? സോ ദിസ് ഈസ് wave moving in the positive direction. ഇത് രണ്ടും പോസിറ്റീവ് ആണ്. So that it represents the wave moving in positive direction. But ഈ ടേമും എന്താണ് corresponds to a wave moving in negative direction. Okay. അപ്പോൾ ഇതില് പിന്നെ ഇതില് ഒരു സെക്കൻഡ് കേട്ടോ. സോ നമ്മുടെ പൊട്ടൻഷ്യൽ സ്റ്റെപ്പില് രണ്ട് വേവ് പോസിറ്റീവായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഈ രണ്ട് ഇക്വേഷന്റെ ഫസ്റ്റ് പാർട്ട് പോസിറ്റീവായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു, രണ്ട് പാർട്ട് നെഗറ്റീവായിട്ട് റെപ്രസെന്റ് ചെയ്യണം അല്ലെ? സോ ഈ റേസ് ടു I k1x സി റേസ് ടു I k2x. അപ്പൊ ഇതില് തിരിച്ച് വരുന്ന വേവ്സ് ആണ് എന്ത് ഈ രണ്ടെണ്ണം. സോ ഈ രണ്ട് പാർട്ട് നെഗറ്റീവായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ? സോ നമ്മുടെ ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണ്, ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആയിട്ടും റൈറ്റ് ടു ലെഫ്റ്റ് മൂവ് ചെയ്യുമ്പോൾ അത് എന്തായിട്ടും വരുന്നുണ്ട്, നെഗറ്റീവ് ആയിട്ടും വരുന്നുണ്ട്. ദെൻ അപ്പൊ എന്താ മനസ്സിലായത്? ഇതില് നമ്മളുടെ എ എന്ന് പറയുന്നത് ഇ റൈസ് ടു എ എന്ന് പറയുന്നതും സി എന്ന് പറയുന്നത് രണ്ട് പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുക, ബി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ട് എടുക്കുക. ഇനി ഇതിൽ ഡി എന്നുള്ള കേസ് മാത്രം എടുക്കാം. ഡിക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ ഡി എന്ന് പറയുന്നത് എന്താ? ഇത് ഏത് റീജിയനിൽ വരുന്നതാ? നമ്മുടെ രണ്ടാമത്തെ റീജിയനിൽ വരുന്ന കാര്യമാണ് അല്ലെ? രണ്ടാമത്തെ റീജിയൻ വരുന്ന കാര്യമാണ് ഡി എന്ന് പറയുന്നത്, ഈ റീജിയനിൽ വരുന്നതാണ്. എയും സിയും ഇത് എന്ന് പറയുന്നത് സെക്കൻഡ് വേവ് ആണ്, ഇങ്ങോട്ട് ഈ റീജിയനിലുള്ളതാണ് സൈഡ്. അപ്പൊ നമുക്ക് ഇതൊന്നും കൂടി കൃത്യമായിട്ട് വരയ്ക്കണ്ടേ. അതായത് ഇവിടെ ഒരു വേവ് ഇങ്ങനെ വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് എ ഇ റേസ് ടു I k1x. ഓക്കെ, ദെൻ നമ്മളുടെ സി എന്നുള്ളത് അത് ഈ റീജിയനിലുള്ള വേവാണ്. അപ്പൊ അതിനെ നമുക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്യാം, സി I റേസ് k2x എന്ന് എഴുതാം. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് ബി? ബി എന്ന് പറയുന്നത് ഫസ്റ്റ് റീജിയനിലാണ്, പക്ഷെ നെഗറ്റീവ് ആണ്. സോ ദാറ്റ് ഈസ് റിഫ്ലെക്റ്റഡ് വേവ്. ഓക്കെ, ഇത് അപ്പൊ എന്തായിട്ട് വരും? ദിസ് ഈസ് ഇൻസിഡന്റ് വേവ്, അല്ലെങ്കിൽ ആ പാർട്ടിക്കിൾ ഇൻസിഡന്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ട്രാൻസ്മിറ്റഡ്. ഇതെന്തായിരുന്നു? റിഫ്ലെക്റ്റഡ്. ഇപ്പൊ ബി, ഇത് ബി ഇ റേസ് ടു മൈനസ് I k1x, ഇത് ട്രാൻസ്മിറ്റ് ചെയ്തതാണ്. പക്ഷെ ഇത് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു നെഗറ്റീവ് ഇല്ല അല്ലെ? ഈ ട്രാൻസ്മിറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതില് റിഫ്ലക്ഷൻ ഒന്നുമില്ല, തിരിച്ചു വരലൊന്നും ഇല്ലല്ലോ അല്ലെ? ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പൊ ഡി എന്നുള്ള ടേം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നെഗ്ലേറ്റ് ചെയ്ത് കളയാം. ഡി തന്നെ നമുക്ക് നെഗ്ലേറ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി വാനിഷ് ചെയ്യും. ഡി ക്യാൻ ബി
കംപ്ലീറ്റ്ലി വാനിഷ്. അപ്പൊ d is equal to നമുക്ക് എന്ത് ചെയ്യാം, equal to 0 എന്ന് കൊടുക്കാം. അപ്പോൾ ഒരു വേവ് ഇങ്ങനെ വേവ് ലൈക്ക് പാർട്ടിക്കിൾ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ കുറച്ച് അത് തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് വരുന്നുണ്ട്, കൂടാതെ കുറച്ച് ട്രാൻസ്മിഷൻ പ്രോബബിലിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് 3 ടേംസ്, ഏതാണ് റിഫ്ലക്ഷൻ, ഏതാണ് ട്രാൻസ്മിഷൻ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതൊക്കെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ 2 ടേംസ് പോസിറ്റീവ് ആയതുകൊണ്ട് രണ്ടും ഒരേ ഡയറക്ഷനിലേക്ക് ലെഫ്റ്റ് ടു റൈറ്റ് ട്രാവൽ ചെയ്യുന്ന പോലെ കൺസിഡർ ചെയ്യാം. ദെൻ ഈ ടേം നെഗറ്റീവ് ആയതുകൊണ്ട് ഈ ബൗണ്ടറിയിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് വരുന്ന പോലെ നോക്കാം. ദെൻ ഈ ടേം പോസിറ്റീവ് നെഗറ്റീവ് ആണ്, പക്ഷെ സെക്കൻഡ് റീജിയനിൽ നെഗറ്റീവ് എന്നുള്ള കൺസെപ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഡി ബിക്കം വാനിഷ്. സോ ഡി ഈസ് ഈക്വൽ ടു 0. അപ്പൊ അങ്ങനെ നമ്മൾ ഡി 0 ആയിട്ട് എടുക്കുന്ന കണ്ടീഷനിൽ സോ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യാം, നമ്മൾ 2 ഇക്വേഷൻസ് ചേഞ്ച് ചെയ്യും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് കോമൺ ആയിട്ട് തന്നെ എഴുതാം. psi of x is equal to, ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു, നമ്മൾ കംപ്ലീറ്റ് വേവ് ഫംഗ്ഷൻ എടുത്താൽ മതി. അപ്പൊ ഇതൊരു നമുക്ക് സ്റ്റേഷനറി സ്റ്റേറ്റ് ആയിട്ട് എടുത്താലും മതി. സ്റ്റേഷനറി സ്റ്റേറ്റ് ആയിട്ട് എടുത്താൽ കംപ്ലീറ്റ് വേവ് ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് സ്റ്റേഷനറി സ്റ്റേറ്റ് എഴുതാം. അപ്പൊ ഫസ്റ്റ് വൺ psi1 of x into e raised to I minus I omega t. ഓക്കെ, നമ്മൾ psi1നെ അതിന് സ്റ്റേഷനറി സ്റ്റേറ്റ് ആയിട്ട് എഴുതാൻ I omega t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് psi1 എന്താ, ഓൾറെഡി എ ഉണ്ടല്ലോ അല്ലെ, എ ഇൻറ്റു I k1 x ഓൾറെഡി ഉണ്ട്, മൈനസ് ഒമേഗ ടി പ്ലസ് പി എന്നുള്ള ടേം കൂടി ഇതിനകത്തുണ്ട്, മൈനസ് I k1 x മൈനസ് ഒമേഗ ടി. ഈ മൈനസ് മൈനസ് ഇവിടെ പ്ലസ് ആവേ, അപ്പൊ ഇവിടെ വരും. ഓക്കെ, മൈനസ് നമ്മൾ കോമൺ എടുക്കുമ്പോൾ ഇവിടെ പ്ലസ് ആവില്ലേ. ഓക്കെ, ഇത് ഏതിന്റെ കേസിലാണ്, when x is less than 0 ആവുന്ന സമയത്ത്. അപ്പൊ രണ്ടാമത്തെ കേസിൽ psi2 of x into e raised to minus I omega t equal to d എന്നുള്ള ടേം ഇല്ലല്ലോ, സോ e raised to I into k2 x minus omega t. This is x is greater than 0. x is greater than 0. ഓക്കെ, ഇതില് ഈ ഫസ്റ്റ് ടേം എന്താ, നമുക്ക് നമ്പർ കൊടുക്കാവേ, 1 2 and 3. This first one represents the incident wave. Okay, first term represents the incident wave and second term represents the reflected wave, and third term represents transmitted wave. Okay, then they travel to the right, the left and the right. ഇത് എങ്ങോട്ട് ട്രാവൽ ചെയ്യുന്ന ഇൻസിഡന്റ് വേവ്, റൈറ്റിലോട്ട്. ഇത് എങ്ങോട്ട് ട്രാവൽ ചെയ്യുന്ന, ലെഫ്റ്റിലോട്ട്. ഓക്കെ, ഇത് അഗൈൻ റൈറ്റിലോട്ട്. ഇതിലെ ഡയഗ്രാമിൽ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇനി ഓരോന്നിലും എത്ര വേവ്സ് റിഫ്ലക്ട്, ഇല്ലെങ്കിൽ എത്ര പാർട്ടിക്കിൾ എത്ര പെർസെന്റേജ് ഓഫ് പോർഷൻ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, എത്ര പെർസെന്റേജ് ഓഫ് പോർഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇനി അടുത്തത് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ട്രാൻസ്മിഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കണം, റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കണം. നമുക്കിനി എന്താ വേണ്ടേ, ട്രാൻസ്മിഷൻ കോഎഫിഷ്യന്റ് ആർ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ്. റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റിനെ ആർ എന്നും ട്രാൻസ്മിഷൻ കോഎഫിഷ്യന്റിനെ ടി എന്ന് നമുക്ക് എഴുതാം. ആർ ഇസ് ഈക്വൽ ടു, ഇതെങ്ങനെ കണ്ടുപിടിക്കാൻ അറിയോ, ഡെൻസിറ്റി, റിഫ്ലക്റ്റഡ് കറന്റ് ഡെൻസിറ്റി J reflected by J incident, അതിന്റെ probability. Okay. Reflected current density divided by incident current density. Similarly, അപ്പോൾ transmission coefficient എങ്ങനെ എഴുതാം, J transmitted divided by J reflected.
J transmitted divided by J reflected. ഇതിൽ നമ്മൾ J കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താന്ന് ഓർമ്മയുണ്ടോ? J എന്ന് പറയുന്നത് എന്താ? IH cross. ജനറലി കണ്ടുപിടിക്കാനുള്ളത് IH ക്രോസ് ബൈ 2m psi d psi star 1 അല്ലേ? Psi star d psi by dx. അങ്ങനെയാണ് നമ്മൾ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇതിൽ ഓരോന്നും കണ്ടുപിടിക്കാം. J ഇൻസിഡന്റ് എന്ന് പറയുന്നത് IH ക്രോസ് ബൈ 2m. ഈ ജനറൽ ഇക്വേഷൻ പിന്നെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇതിൽ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഇത് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ എഴുതാം. ഏതാ ഫസ്റ്റ് ഇക്വേഷൻ? വേണമെങ്കിൽ ഞാനത് എഴുതാം. psi 1 of x d psi 1 star x by dx minus psi 1 star of x d psi by dx. ഓക്കെ, ഇതിൽ നമ്മൾ psi 1 of x എന്തായിരുന്നു? psi 1 of x എന്ന് പറയുന്നത് a raised to I kx k1 x minus omega t plus b e raised to I k1 x minus omega t. പിന്നെ അതിന്റെ കോംപ്ലക്സ് എടുക്കുക. കോംപ്ലക്സ് എടുത്തിട്ട് ഡെറിവേറ്റീവ് എടുക്കുക. ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബാക്കി എല്ലാ ടേംസും ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ആകെ ഒരു ടേംസ് മാത്രമേ വരുള്ളൂ. h ക്രോസ് k1 വരും ഡിവൈഡഡ് ബൈ m into mod of a square. So J is incident. J incident കിട്ടിയില്ലേ? ഇനി സിമിലർലി ഇതേപോലെ ഇക്വേഷൻ വെച്ചിട്ട് psi 1 ഏതാണെന്ന് അറിയാലോ. psi 1 എടുക്കാം, അതിന്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം ഈ പവർ ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകും. അതേപോലെ അതിന്റെ കോംപ്ലക്സ് എടുക്കുമ്പോൾ ഫസ്റ്റ് ടേമിന് കോംപ്ലക്സ് വരില്ല, ഐ ടേമിന് മാത്രമല്ലേ കോംപ്ലക്സ് വരുള്ളൂ. എന്നിട്ട് അതിന്റെ കോംപ്ലക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യുമ്പോഴും ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ മോഡ് ഓഫ് എ സ്ക്വയർ മാത്രമേ വരുള്ളൂ. സിമിലർലി J ഇൻസിഡന്റ് കിട്ടിയില്ലേ? ഇനി J റിഫ്ലക്റ്റഡ് അതുപോലെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. J reflected, okay, minus h cross k1 by m into v the whole square. Okay, ഇനി J transmitted അതുപോലെ വരും. h cross k2 by m mod of c square. ഓരോന്നിനും കിട്ടിയല്ലോ. ഇനി ഇതെല്ലാം നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ r എന്ന് പറയുന്നത് എന്താ വരിക? കോമൺ ടേംസ് ക്യാൻസൽ ചെയ്യൂ അല്ലേ? r is equal to mod of b square by mod of a square and t is equal to k2 mod of c square by k1 mod of a square എന്ന് വരും. അപ്പൊ ഇതില് നമുക്ക് നോക്കിക്കാൻ മനസ്സിലാവുണ്ടോ? നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻസ് ഇതിൽ അപ്ലൈ ചെയ്യാം. ഈ സിയും എയുടെ വാല്യൂസ് ഒന്നും നമുക്ക് അറിയില്ല. സോ യു ഹാവ് ടു അപ്ലൈ ദ ബൗണ്ടറി കണ്ടീഷൻസ്. ഈ ഇക്വേഷൻസിനൊക്കെ പേര് കൊടുത്തിട്ട് ഒരു ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം നമുക്ക്. നമ്മളുടെ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ ടു ഫൈൻഡ് ഏതൊക്കെയാണ്? നമ്മളുടെ എയും ബിയും ഒക്കെ കണ്ടുപിടിക്കാൻ, ബിയും സിയും ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മളുടെ ഡെറിവേറ്റീവ്സ് എടുക്കണ്ടേ? psi 1 ഓഫ്, നമ്മുടെ കണ്ടീഷൻ പറയാൻ കേട്ടോ, psi 1 ഓഫ് 0 ഈക്വൽ ടു psi 2 ഓഫ് 0 ഫസ്റ്റ് കണ്ടീഷൻ. ആൻഡ് ഡെറിവേറ്റീവ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം അല്ലെ? psi 2 ഓഫ് dx രണ്ടും ഈക്വൽ ആയിരിക്കണം. അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻസ് ഇല്ലേ, സൊല്യൂഷന്റെ ഇക്വേഷൻ, നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷന്റെ സൊല്യൂഷൻ ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. ദാറ്റ് ഈസ് psi 1 ഓഫ് x എന്നുള്ള ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ? a e raised to I k1x plus b e raised to minus I k1x. ഇതില്
x is equal to 0 എന്നുള്ള കണ്ടീഷൻ കൊടുക്കുകയാണ്. x is equal to 0 അല്ലെങ്കിൽ x less than 0 കൊടുക്കുന്ന സമയത്ത് ഇതെന്തായിരിക്കും വരിക? psi1 of x ഉം psi2 of x ഉം ഈക്വൽ ആണ്. അപ്പൊ ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? രണ്ടും 1 ആയിട്ട് പോയി എന്ന് വിചാരിക്കാം. e raised to i k1x ഉം e raised to minus i k1x ഉം 1 ആയിട്ട് പോയി. സോ ഏത് ടേംസാ വരിക? a plus b മാത്രം വരും അല്ലെ ഇവിടെ. അപ്പൊ a plus b is equal to നമ്മുടെ psi2 of x ആണ്. കാരണം psi1 of 0 ഉം psi2 of 0 ഉം ഈക്വൽ ആണ്. സോ ഈ കണ്ടീഷൻ ഇതിൽ ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് a plus b is equal to c എന്ന് വരും. അതുപോലെ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കാം. ഡെറിവേറ്റീവ് എടുത്തിട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്ത് അഗൈൻ ഇതിൽ x is equal to 0 എന്നുള്ള കണ്ടീഷൻ കൊടുക്കാം. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. k1 a minus b is equal to k2 c എന്നുള്ള ഇക്വേഷൻ കിട്ടും. അപ്പൊ ഇത് രണ്ടും നമ്മളുടെ ഈ രണ്ട് കണ്ടീഷനും ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് മാറ്റി എഴുതാം? ആറും ടിയും നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ബി ഡിഫൈൻ ചെയ്യാം. ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ we can define the b. We can define the b in terms of this above equation, that is b is equal to k1 minus k2 by k1 plus k2 into a, and c is equal to 2k1 by k1 plus k2 into a. Okay. അങ്ങനെ എയും ബിയും അല്ലെങ്കിൽ ബിയും സിയും ഇൻ ടേംസ് ഓഫ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ എ എന്ന് പറയുന്നത് നമുക്ക് നോർമലൈസേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ദെൻ ഇനി നമുക്ക് എയും ബിയും കിട്ടിയില്ലേ, ദെൻ ആറ് കണ്ടുപിടിക്കാമല്ലോ. ആറ് എന്ന് പറയുന്നത് എന്തായിരുന്നു? മോഡ് ഓഫ് ബി സ്ക്വയർ ബൈ മോഡ് ഓഫ് എ സ്ക്വയർ. ഇതിന്റെ സ്ക്വയർ ചെയ്താൽ മതി. ഇതിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇതിന്റെ സ്ക്വയർ. അപ്പൊ k1 മൈനസ് k2 the whole square divided by k1 plus k2 the whole square is equal to മാറ്റി എഴുതാം. സിമിലർലി ടി എഴുതാം. ടീനെ 4k1 k2 by k1 plus k2 the whole square equal to, ഇതിനെ നമ്മൾ മാറ്റി എഴുതാണ്. Let us introduce a constant capital K എടുക്കാം. That is, this is given by k2 by k1, or നമ്മൾ k2 k1 ഒക്കെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ it is given by 1 minus v0 by e. 1 minus v0 by e. So ആ ടേമില് ആറിനെ നമുക്ക് മാറ്റി എഴുതാം. ആർ എന്ന് പറയുന്നത് 1 minus k the whole square divided by 1 plus k the whole square. Okay, 1 minus k the whole square by 1 plus the k the whole square എന്ന് വരും. അതാണ് 6. സിമിലർലി നമ്മളുടെ ടി എന്ന് പറയുന്നത് k1 k2ന്റെ റേഷ്യോ എടുത്തിട്ടല്ല ക്യാപിറ്റൽ k. സോ ആ ടേമിൽ എഴുതുമ്പോൾ 4k the whole square by 1 plus k the whole square അങ്ങനെ കിട്ടും. ഇനി ഇത് രണ്ടിലും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ട്രാൻസ്മിഷൻ കോയിഫിഷ്യന്റും ട്രാൻസ്മിഷനും റിഫ്ലക്ഷനും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനം എന്തായിരുന്നു? 1 ആയിരിക്കണം അല്ലെ? രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? നമുക്ക് 1 കിട്ടണം. ദാറ്റ് ഈസ് r plus t must be equal to 1. ഇനി classical, in contrast to the classical mechanics, ഈ നമ്മുടെ ഇക്വേഷൻ പ്രകാരം ഈ ആറും ടി എന്ന് പറയുന്നത്
none of the particle get reflected as per the equation. നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ഇക്വേഷൻ പ്രകാരം ഒരു പാർട്ടിക്കിൾ റിഫ്ലക്ട് ചെയ്യില്ല. ക്വാണ്ടം മെക്കാനിക്കൽ റിഫ്ലക്ഷൻ ആർ നോട്ട് ഈ സീറോ അല്ലെ, ആറിന്റെ വാല്യൂ ഉണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താ, സം പാർട്ടിക്കിൾ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവൻ, അതായത് റിഫ്ലക്ഷൻ പോസിബിൾ അല്ല എന്നാണ് ക്ലാസിക്കൽ തിയറി പറയുന്നത്. എന്തുകൊണ്ടാ, നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കൊടുക്കുന്ന സമയത്ത് ഇത് V0 ഇങ്ങനെ ഒരു പാർട്ടിക്കിൾ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ക്ലാസിക്കൽ തിയറി പ്രകാരം ഇത് റിഫ്ലക്ട് ചെയ്ത് വരില്ല. ബിക്കോസ് നമ്മൾ കൺസിഡർ ചെയ്ത് എന്താ, ഈസ് ഗ്രേറ്റർ ദാൻ V0 ആണ്. ഓക്കെ, ദെൻ പക്ഷെ നമുക്ക് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ അക്കോർഡിംഗ് ടു ക്വാണ്ടം മെക്കാനിക്സ് കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് സം പാർട്ടിക്കിൾസ് ആർ റിഫ്ലക്റ്റഡ്. ഈ പാർട്ടിക്കിൾസ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. സോ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് കൂടി നമുക്ക് മനസ്സിലായി. അപ്പൊ ഈവൻ ദോ ഈസ് ഗ്രേറ്റർ ദാൻ V0 ആണെങ്കിലും റിഫ്ലക്ഷൻ നടക്കുന്നുണ്ട് എന്നാണ് ആര് പറയുന്നത്, ക്വാണ്ടം മെക്കാനിക്കൽ ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മൾ വേവ് ലൈറ്റ് ബിഹേവിയറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മുടെ ഡയഗ്രാം ഒന്നുകൂടി, ഇത്രയാണ് നമുക്ക് പൊട്ടൻഷ്യൽ സ്റ്റെപ്പില് when E is greater than V0 എന്നുള്ള കണ്ടീഷൻ ഇമ്പോസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതേപോലെ നമ്മുടെ ഡയഗ്രാം ഒന്നുകൂടി വരയ്ക്കാം കേട്ടോ. ട്രാൻസ്മിഷനും ഇതും കൂടി വരയ്ക്കാം. വരയ്ക്കാം. ഇത് നമ്മുടെ ഇൻസ്റ്റന്റ് വേവ്. ഇൻസ്റ്റന്റ് വേവ് എന്തായിരുന്നു, e raised to I k1x. ഓക്കെ, റിഫ്ലക്റ്റഡ് എന്തായിരുന്നു, b e raised to I minus I k1x. ഇനി ഇതാണ് നമ്മുടെ ട്രാൻസ്മിറ്റഡ്, c e raised to minus I k2x. അറിയാലോ? ശരി, ഇനി ഇതില് നമ്മളുടെ പ്രോബബിലിറ്റി എടുക്കാം. പ്രോബബിലിറ്റി ഡെൻസിറ്റി എങ്ങനെയാ വരയ്ക്കാം, psi of x the whole square അല്ലേ. അതിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ഡെൻസിറ്റി നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മളെ വേവ് ലൈക്കാണ് ബിഹേവിയർ ചെയ്യുന്നത്. ഇങ്ങനെ പോകും, ഇങ്ങനെ പോകും. ഓക്കെ, ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും. അപ്പൊ ഇവിടെ ഒരു വേവ് ഫംഗ്ഷൻ ഉണ്ടാവും, അതായത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വേവ് ലെങ്ത് ഉണ്ടാവും, ദാറ്റ് ഈസ് 2π/k1. ഇവിടുത്തെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് λ2 is equal to 2π/k2. psi of x the whole square. E is greater than V0. ഓക്കെ, ഇനി ഇതേ തന്നെ നമ്മൾ അടുത്ത കണ്ടീഷൻ കൊടുക്കാൻ പോവാണ്. ഇപ്പൊ നമ്മൾ നോക്കിയത് ഈസ് ലെസ് ദാൻ V0, ഗ്രേറ്റർ ദാൻ V0 ആണ്. നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഈസ് ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ V0 ആണ് നോക്കാനുള്ളത്. ഗ്രേറ്റർ ദാൻ V0 കണ്ടു അല്ലേ. രണ്ടാമത്തെ കേസ് ഈസ് ലെസ് ദാൻ V0. അപ്പൊ എനർജി കുറവാന്ന് പറയണ അല്ലെ, നമുക്ക് എനർജി കുറവാണ്. അപ്പൊ ഉദ്ദേശിക്കുന്നത് എന്താ, ഇങ്ങനെ ഒരു പൊട്ടൻഷ്യൽ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പാർട്ടിക്കിൾ വരികയാണ്, അതിന്റെ എനർജി ഈ സ്റ്റെപ്പിനേക്കാളും കുറവാണെങ്കിൽ ഉണ്ടാതെ തിരിച്ചു പോകും. സോ ഓൾ ദ പാർട്ടിക്കിൾ റിഫ്ലക്റ്റഡ്, അതാണ് അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ തിയറി പറയുന്നത്. ഓൾ പാർട്ടിക്കിൾ റിഫ്ലക്റ്റഡ്, അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ തിയറി ഓൾ പാർട്ടിക്കിൾ റിഫ്ലക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. None of the particle will make it to the right of the barrier. ഇവിടുന്ന് ഒരിക്കലും ഇങ്ങോട്ടേക്ക് പോകുന്നില്ല എന്നാണ് പറയുന്നത്. There is a total reflection of the particle. അതുകൊണ്ട് നമ്മളുടെ the motion of the particle is reversed by the potential barrier.
മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് റിവേഴ്സ്ഡ് ബൈ ദ പൊട്ടൻഷ്യൽ ബാരിയർ. അപ്പൊ ക്ലാസിക്കൽ തിയറി പ്രകാരം എല്ലാ പാർട്ടിക്കിളും റിഫ്ലക്ട് ചെയ്ത് വരുന്നതാണ് പറയുന്നത്. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സ് പ്രകാരം സംവാട്ട് ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതിൽ നമ്മുടെ സ്ക്രോഡിംഗർ ഇക്വേഷൻസ് നമുക്ക് മാറ്റി എഴുതിക്കൂടെ? ഓക്കെ, മാറ്റി എഴുതുന്ന സമയത്ത് സോ അക്കോർഡിംഗ് ടു ക്വാണ്ടം തിയറി നമ്മുടെ സ്ക്രോഡിംഗർ ഇക്വേഷൻ മാറ്റി എഴുതാം. d സ്ക്വയർ sin2 ഓഫ് എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് നേരത്തെ k2 ഡാഷ് കൊടുക്കാം കേട്ടോ. അവിടെ k2 ഡാഷ് ഓഫ് sin2 ഓഫ് എക്സ് is equal to 0. This is for x is greater than 0. അപ്പൊ ഇതിൽ k2 ഡാഷ് എന്ന് പറയുന്നത് 2m v0 മൈനസ് e by h cross square. Okay, ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെ എഴുതാം? sin2 ഓഫ് x is equal to c e raised to minus k2x dash x plus d e raised to k2x dash. This is for x is greater than 0. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേവ് ഫംഗ്ഷൻ ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കണം അല്ലെ. ഈ റീജിയനിൽ വരുമ്പോൾ ഇത് ഡൈവേർജ് ചെയ്ത് പോവുക. അപ്പൊ നമുക്ക് ഫൈനൈറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. വേവ്സ് എവിടേക്കാ പോണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഡി നമുക്ക് എന്തായിട്ട് എടുക്കാം? ഡി എന്ന് പറയുന്നത് വാനിഷ് ചെയ്തു നമുക്ക് പറയാം. ഡി വാനിഷ് ചെയ്തു നമുക്ക് പറയാം. അപ്പൊ നമ്മളുടെ നേരത്തെ ഉള്ള സൊല്യൂഷൻസ് എടുക്കാം. നേരത്തെയുള്ള സൊല്യൂഷൻസ് psi of x ഡയറക്റ്റ് ആയിട്ട് എഴുതിയില്ല. ആ സ്റ്റെപ്സ് ഓരോ സ്റ്റെപ്സ് നമ്മൾ ചെയ്യുന്നില്ല, അതേപോലെ തന്നെയാണ്. നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ മാത്രം ഞാൻ എഴുതാം. psi of x comma t is equal to a raised to I k1x minus omega t plus ഇത് ഫസ്റ്റ് റീജിയനിലുള്ളത്, ഇത് മാറ്റില്ലല്ലോ. b into e raised to minus k1x minus omega t. Okay, this is for x is less than 0. രണ്ടാമത്തത് c e raised to minus k2 dash x into e raised to minus I omega t. ഇത് ഒന്ന് ചെയ്താലും കുഴപ്പമില്ല. ഇതുപോലെ മൈനസ് പുറത്തെടുത്തിട്ട് k2 dash x plus I omega t എഴുതിയാലും മതി. is greater than 0. ഇതുപോലെ ഇതിന്റെ നമ്മൾ റിഫ്ലക്റ്റഡ് ആൻഡ് ട്രാൻസ്മിഷൻ കോഎഫിഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ജെ ഡാഷ് കൊടുക്കുക അല്ലെ. ജെ ഡാഷ് ട്രാൻസ്മിറ്റഡ് മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m. ആ ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ. psi1 of x d psi1 by dx star minus psi1 star x d psi1 by dx equal to 0 എന്ന് കൊടുക്കും. ഇനി ഇതില് അതുപോലെ നമുക്ക് ചെയ്തു വരുമ്പോൾ b എന്ന് പറയുന്നത് k1 മൈനസ് I k2 ഡാഷ് ഡിവൈഡഡ് ബൈ k1 plus I k2 dash into a എന്ന് വരും. സിമിലർലി c എന്ന് പറയുന്നത് 2k1 by k1 plus I k2 dash into a എന്ന് വരും. ഇനി r കണ്ടുപിടിക്കാലോ. r കണ്ടുപിടിക്കാം. സോ r എന്ന് പറയുന്നത് നേരത്തെ ഡിഫൈൻ ചെയ്തത് തന്നെയാണ്. mod of b whole square by mod of a square equal to k1 square plus k2 dash square by k1 square plus k2 dash square. That is equal to solve ചെയ്യുമ്പോൾ 1 ആണ് കിട്ടുക കേട്ടോ. സോൾവ് ചെയ്യുമ്പോൾ ഇത് 1 ആയിട്ട് കിട്ടും. സോ ടോട്ടൽ റിഫ്ലക്ഷൻ അല്ലെ, ടോട്ടൽ റിഫ്ലക്ഷൻ ആണ് കാണിക്കുന്നത്. ടോട്ടൽ റിഫ്ലക്ഷൻ ആണ് കാണിക്കുന്നത്. x is greater than 0 എന്ന കണ്ടീഷൻ വരുന്ന സമയത്ത്
x is greater than 0 എന്നുള്ള കണ്ടീഷൻ വരുന്ന സമയത്ത് none of the particle found classically in the region, no particle as per classical. അപ്പോൾ there is a probability in the x is greater than region. അതുകൂടി നമ്മൾ പറയണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി കാണിക്കണം. p of x എന്ന് പറയുന്നത് psi1 dash of x the whole square എടുക്കാം. അത് ചെയ്യുന്ന സമയത്ത് c square e raised to minus 2 k2x എന്ന് വരും. That is equal to c ന്റെ വാല്യൂ ഇതോട് കൊടുക്കാം 4 k1 square mod of a the whole square divided by k1 square plus k2 square, k2 dash square e raised to minus 2 k2 dash x എന്ന് വരും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ഒരു ടേം വരുന്നത്? എക്സ്പെറൻഷ്യൽ ടേം ആണ് അല്ലെ, എക്സ്പെറൻഷ്യലി ഡിക്രീസ് ചെയ്യും. അപ്പൊ നമുക്ക് ക്ലാസിക്കൽ തിയറി പ്രകാരം x is greater than 0 പാർട്ടിക്കിൾ ഇല്ല. പക്ഷെ അക്കോർഡിംഗ് ടു ക്വാണ്ടം തിയറി there is a particle മൂവ്മെന്റ് ഉണ്ട്. സോ അത് എക്സ്പെറൻഷ്യലി ഡിക്രീസ് ചെയ്യുന്ന റീജിയൻ പോലെ ആയിരിക്കും അത് മൂവ് ചെയ്ത് പോവാം. അതെ, ഡയഗ്രാം ഒന്നുകൂടി നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ വരച്ച ഡയഗ്രാം ഒന്നുകൂടി വരയ്ക്കാം. പ്രോബബിലിറ്റിയുടെ psi of x the whole square 0. This is e greater than v0. ഇതില് നമ്മളിങ്ങനെ ഒരു വേവ് പോകുന്നുണ്ടെങ്കിൽ അതിങ്ങനെ പോകും. ഓക്കെ, സോ ഇത് λ1 എടുത്തു, ദിസ് ഈസ് λ2, രണ്ടും ഡിഫറെന്റ് ആയിട്ട് എടുത്തു. ഇനി അത് സെയിം തിങ് ഇതിൽ നമ്മൾ ഈസ് ഗ്രേറ്റർ ദാൻ ആവുന്ന സമയത്ത് ഈ ലെസ് ദാൻ v0 ആവുന്ന സമയത്ത് ഇതെങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. എന്ത് ടേം എക്സ്ട്രാ വരുന്നുണ്ട്? എക്സ്പൊണൻഷ്യൽ ടേം വരുന്നുണ്ട് അല്ലെ. ദിസ് ഈസ് psi of x the whole square, psi of x the whole square. ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഒരു പൊട്ടൻഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് കൺക്ലൂഷൻ ആയിട്ട് നോക്കാം അല്ലെ. പൊട്ടൻഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾ ഫ്രീ ആണ്. ഒരു സ്റ്റെപ്പ് ലൈക്ക് സ്ട്രക്ചർ കിട്ടുന്ന സമയത്ത്, ഇങ്ങനെ ഒരു സ്ട്രക്ചർ കിട്ടുന്ന സമയത്ത് പാർട്ടിക്കിൾ ഫ്രീ ആയിട്ട് ഈ റീജിയനിൽ മൂവ് ചെയ്യാം. ദെൻ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന സമയത്ത് ഒരു ബാരിയർ ഇവിടെ വരുന്നുണ്ട്. സോ ഇവിടെ പൊട്ടൻഷ്യൽ വി എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ആവാം അല്ലെങ്കിൽ റിപ്പൽസീവ് ആവാം. അപ്പൊ നമ്മൾ രണ്ട് സിറ്റുവേഷൻസ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഈ ഗ്രേറ്റർ ദാൻ v0 ആണെങ്കിൽ, ഈ ഗ്രേറ്റർ ദാൻ v0 ആണെങ്കിൽ അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ തിയറി എല്ലാ പാർട്ടിക്കിളും ഇതിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകണം എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ എന്താ സംഭവിക്കുന്നത്? കുറച്ചെണ്ണം ഇങ്ങനെ ഇൻസിഡന്റ് ചെയ്യുമ്പോൾ കുറച്ചെണ്ണം റിഫ്ലക്ട് ചെയ്തുകൊണ്ട് കുറച്ചെണ്ണം ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സോ അങ്ങനെ മൂന്നും പോസിബിൾ ആണെന്നാണ് അക്കോർഡിംഗ് ടു ക്വാണ്ടം തിയറി പറയുന്നത്. സോ അതിന്റെ ട്രാൻസ്മിഷൻ കോഎഫിഷ്യന്റും കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റും കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ അതിന്റെ പ്രോബബിലിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് പ്രോബബിലിറ്റി ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ഡയഗ്രാമിൽ ആസ് പെർ ദിസ് ഡയഗ്രാം ട്രാൻസ്മിറ്റ് ചെയ്തു പോകുന്ന വേവ് ആണ് കാണുന്നത്. ഇനി ഇതേ തന്നെ when e is less than v0 ആവുന്ന സമയത്ത് റിഫ്ലക്ഷനും എന്താണ് കംപ്ലീറ്റ്ലി റിഫ്ലക്ട് ചെയ്യുന്നതാണ് ക്ലാസിക്കൽ തിയറി പറയുന്നത്. കാരണം ഇതിന് സഫീഷ്യന്റ് ആയ എനർജി ഇല്ല. അപ്പൊ അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ തിയറി കംപ്ലീറ്റ്ലി റിഫ്ലക്ഷൻ 100% റിഫ്ലക്ഷൻ ആണ് കാണിക്കുന്നത്. ബട്ട് ദർ ഇസ് സം ലീക്കേജ് ഉണ്ടാവും. പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അത് വേവ് ആയിട്ട് മൂവ് ചെയ്ത് പുറത്ത് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അക്കോർഡിംഗ് ടു ക്വാണ്ടം തിയറി when e is less than v0 അതിന്റെ പ്രോബബിലിറ്റി വളരെ കുറവായിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ എങ്ങനെയാ ഡിക്രീസ് ചെയ്യുക? ഇറ്റ് ഈസ് എക്സ്പെറൻഷ്യലി ഡിക്രീസ് ചെയ്യും, കുറഞ്ഞു വരിക ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ e greater than v0 and e is less than v0. ഓക്കെ, ഇതില് ഇത്രയാണ് നമ്മൾ ഒരു പൊട്ടൻഷ്യൽ സ്റ്റെപ്പിന്റെ കേസിലുള്ളത്. ഇനി ഇതേ സാധനം നമുക്കൊരു
സ്ക്വയർ പൊട്ടൻഷ്യൽ ബാരിയറിന്റെ കേസ് വരുന്ന സമയത്ത് ഇതേ കണ്ടീഷൻ ബാരിയർ വരുമ്പോൾ കുറച്ചുകൂടി ഇത് ചെയ്യാനുണ്ട് നമുക്ക്. അപ്പോഴാണ് ടണലിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതേപോലെ ഒരു ½ കിട്ടുവാണെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വെക്കാം. താങ്ക് യു.